ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിവ്യൂ ബോക്സ്. ഞാൻ ഇന്ന് ചപ്പാത്തിയിലൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കൂട്ടാനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനുവേണ്ടി ഒരു 5 സവാള നൈസായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരമുറി തക്കാളി അതേപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, എരിവിനനുസരിച്ച് പച്ചമുളക്, 1 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പനീർ മട്ടർ മസാലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയാണ് നമുക്ക് കൂട്ടാൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 4 സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. അതിലേക്ക് 1 വറ്റൽമുളക് മുറിച്ചിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എളുപ്പത്തിൽ വാടി കിട്ടും. ഒരു 3 മിനിറ്റ് ഞാൻ സവാള ഇവിടെ വഴറ്റി, അത് കഴിഞ്ഞ് അതിനകത്തേക്ക് തക്കാളി ഇട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ മസാലയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക, ഇല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി, പനീർ മസാലയ്ക്ക് പകരം നമുക്ക് പാവ് ബജിയുടെ മസാല വേണമെങ്കിലും ചേർക്കാം. മഞ്ഞൾപ്പൊടി, രണ്ട് മിനിറ്റ് ഞാനിവിടെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളമായിട്ട് വേണമെന്നുള്ളവർക്ക്, ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്താൽ മതി. ചിലർക്കൊക്കെ നല്ല കട്ടിയായിട്ട് വേണം. ഞാനിവിടെ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇനി വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇതിനെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.